ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ എക്സാമ്പിൾസ് ആണ് ചെയ്യുന്നത്. പേജ് നമ്പർ 17 നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിന് വേർഡ് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ ഫുൾ ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല. പേജ് നമ്പർ 17 എക്സാമ്പിൾ നിങ്ങൾ നോക്കുക. ടെസ്റ്റ് +5 ഫോർ കറക്റ്റ് ആൻസർ ആൻഡ് -4 ഇൻകറക്റ്റ് ആൻസർ. ഇതിനകത്ത് പ്ലസും മൈനസും വരുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് വരെ എടുക്കുന്നതെല്ലാം ഇപ്പം കറക്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഇൻകറക്റ്റ് നെഗറ്റീവ്. ഇപ്പം പ്രോഫിറ്റ് ആണെങ്കിൽ ലാഭം അത് പോസിറ്റീവ് ആണെങ്കിൽ ലോസ് നഷ്ടം നെഗറ്റീവ്, അപ്പ് പോസിറ്റീവ് ഡൗൺ നെഗറ്റീവ്, റൈറ്റ് പോസിറ്റീവ് ലെഫ്റ്റ് നെഗറ്റീവ്, അങ്ങനെയാണ് നമ്മൾ സയൻസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ +5 ഫോർ കറക്റ്റ് ആൻസർ. ഒരു ആൻസർ കറക്റ്റ് ആക്കിയാൽ 5 മാർക്ക് കിട്ടും. ഏതെങ്കിലും ഒരു ആൻസർ ഇൻകറക്റ്റ് ആക്കിയാൽ നമുക്ക് -2 പോകും. നമ്മൾ ഇനി എൻട്രൻസ് എക്സാം ഒക്കെ എഴുതുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മാർക്ക്. ഇപ്പോൾ നമുക്ക് എക്സാം എഴുതുന്ന പോലെ കറക്റ്റിനെല്ലാം മാർക്കും തന്നിട്ട് തെറ്റിയതിന് മാർക്ക് കുറയ്ക്കുമോ? ഇല്ലല്ലോ, നമ്മൾ സ്കൂളിൽ അങ്ങനെയല്ല. പക്ഷെ നിങ്ങൾ ഇതുള്ള എക്സാം കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുമ്പോഴത്തേക്കും കറക്റ്റ് എഴുതിയാൽ മാർക്ക് കിട്ടും, തെറ്റിച്ചാൽ മാർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 5 എണ്ണം കറക്റ്റ് ആൻസറിന് 5 മാർക്ക് കൊടുക്കും, ഇൻകറക്റ്റ് ആൻസറിന് -2 കൊടുക്കും. രാധികയ്ക്ക് ആൻസർ ഓൾ ക്വസ്റ്റ്യൻ അവളെല്ലാം ആൻസർ ചെയ്തു. 30 മാർക്സ്, ഷീ ഗോട്ട് 10 കറക്റ്റ് ആൻസർ. അവൾക്ക് 30 മാർക്ക് കിട്ടി. അവൾക്ക് 10 എണ്ണമേ ശരിയായിട്ടുള്ളൂ. ജയ്ക്ക് പക്ഷെ അവന് -12 കിട്ടിയത്. അവനും എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്താ കേട്ടോ. അപ്പം -12 കിട്ടി. അപ്പം അതിൻ്റെ അർത്ഥം തന്നെ അവൻ കൂടുതൽ തെറ്റിച്ചു. ഹി ഗോട്ട് 4 കറക്റ്റ് ആൻസർ. ആകെ 4 കറക്റ്റ് ആൻസറേ അവനുള്ളൂ. അങ്ങനെയാണെങ്കിൽ രണ്ടുപേർക്കും ഹൗ മെനി ഇൻകറക്റ്റ് ആൻസേഴ്സ് കിട്ടിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം രാധികയുടെ ചെയ്യാം, ഓരോരുത്തരുടെ ചെയ്യാം. രാധിക. ഓക്കെ, ഞാൻ എഴുതുവാണ്. സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ. മാർക്സ് ഫോർ കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസറിന് എത്ര മാർക്ക് ഉണ്ട് നോക്കളെ? എത്രയാണ് അവർ പറഞ്ഞിരിക്കുന്നത്? 5 +5 ആണ്. +5 മാർക്ക് കൊടുക്കും അവർ. ഓക്കെ, രാധികയ്ക്ക് എത്ര മാർക്ക് കിട്ടി? ഹി സ്കോർഡ് 30 മാർക്സ്. സ്കോർ എത്രയാണ്? 30 ആൻഡ് ഷീ ഗോട്ട് 10 കറക്റ്റ് ആൻസർ. അപ്പം മാർക്സ് സ്കോർഡ്, അവൾ എത്ര മാർക്ക് സ്കോർ ചെയ്തു? 30 മാർക്ക് സ്കോർ ചെയ്തു. എത്ര കറക്റ്റ് ആൻസേഴ്സ് ഉണ്ട്? കറക്റ്റ് ആൻസേഴ്സ് എത്രയാണ്? 10 കറക്റ്റ് ആൻസേഴ്സ്. അപ്പം മാർക്സ് ഫോർ 10 കറക്റ്റ്. 10 കറക്റ്റിന് എത്രയായിരിക്കും? എത്ര ചെയ്ത്? 10 കറക്റ്റ് ആണ്. ഓരോ കറക്റ്റിനും 5 മാർക്ക് വീതം. അവൾക്കപ്പോൾ എത്ര മാർക്ക് കിട്ടി? 50 മാർക്ക് അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. മനസ്സിലായാലും സ്റ്റെപ്പ് എഴുതുന്നത്. കറക്റ്റ് ആൻസേഴ്സിന് 5 മാർക്ക്. അവൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്തു? അവൾക്ക് ആകെ 30 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം കുറേയൊക്കെ തെറ്റിപ്പോയി, -9 വന്നിട്ടുണ്ട്. അപ്പോൾ 30 മാർക്സേ കിട്ടിയിട്ടുള്ളൂ. അവൾ ശരിക്കും എത്ര കറക്റ്റ് ആൻസേഴ്സ് ഉണ്ട്? അവൾക്ക് 10 കറക്റ്റ് ഉണ്ട്. അപ്പം മാർക്സ് ഫോർ 10 കറക്റ്റ് ആൻസേഴ്സ് നമ്മൾ ആദ്യം കാണണം. 10 × 5 മാർക്ക് വെച്ച് 50 അല്ലേ? അപ്പൊ ഇതിൽ നമുക്ക് അവൾക്ക് എത്ര മൈനസ് മാർക്ക് കിട്ടിയെന്ന് അറിയത്തില്ലേ? അപ്പം മാർക്സ് ഷീ ലോസ്റ്റ്. എത്ര മാർക്ക് അവർക്ക് കുറഞ്ഞു പോയി? എങ്ങനെ മനസ്സിലാകും? അവർക്ക് എത്ര മാർക്കാണ് കിട്ടിയത്? 30. അതിൽ നിന്ന് അവർക്ക് കിട്ടിയ കറക്റ്റ് ആൻസേഴ്സിന്റെ മാർക്കില്ലേ? 50 ചെയ്യുക. ഓക്കെ, ഇത് മനസ്സിലായല്ലോ എങ്ങനെയാണ് മക്കളെ ഞാൻ ചെയ്തിരിക്കുന്നത്? അവൾക്ക് മാർക്ക് കിട്ടിയത് 30. ഓക്കെ, അത് നോക്കണം. അവൾക്ക് കിട്ടിയ മാർക്ക് 30. പക്ഷെ ശരിക്കും അവൾ എത്ര മാർക്ക് മേടിച്ചായിരുന്നു? അവൾക്ക് 10 കറക്റ്റ് ആൻസർ ഉണ്ട്. അപ്പോൾ അവൾക്ക് ശരിക്കും 10 × 5 അവൾ എത്ര മാർക്ക് മേടിച്ചു? 50 മാർക്ക് മേടിച്ചു. പക്ഷെ അവൾക്ക് എത്ര കിട്ടിയുള്ളൂ? 30 മാർക്കേ അവൾക്ക് കിട്ടിയുള്ളൂ. അപ്പം ബാക്കി അവൾക്ക് എത്ര മാർക്ക് നഷ്ടപ്പെട്ടു എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് അവൾക്ക് കിട്ടിയ മാർക്കിൽ നിന്ന് വേണം. അവൾക്ക് കിട്ടിയ മാർക്കിൽ നിന്ന് അവൾക്ക് മൊത്തം കിട്ടിയ മാർക്ക് മനസ്സിലായോ? രണ്ടൂടെ മാറിപ്പോകല്ലോ. കിട്ടിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ അവൾക്ക് ഇത്രേ ഉള്ളൂ. നമ്മുടെ ആൻസർ ഷീറ്റിൽ നമുക്ക് 30 മാർക്കേ തന്നിട്ടുള്ളൂ. പക്ഷെ ശരിക്കും അവൾ എത്ര മാർക്കിനുള്ളത് ചെയ്തായിരുന്നു? 50 മാർക്കിനുള്ളത്. 50 മാർക്ക് ശരി ഉത്തരം അവൾക്ക് കിട്ടിയായിരുന്നു, ശരിക്കും മാർക്ക്. അപ്പൊ എത്ര മാർക്ക് അവൾക്ക് പോയെന്നറിയാൻ വേണ്ടി ഈ 30ൽ നിന്ന് ഇവിടെ പേപ്പറിലുള്ള മാർക്കിൽ നിന്ന് അവൾക്ക് ഒറിജിനൽ കിട്ടിയ മാർക്ക് സബ്ട്രാക്ട് ചെയ്യുവാണ്. നമുക്കറിയാം സബ്ട്രാക്ഷൻ നമ്മൾ ചെയ്യാറില്ല. നമ്മൾ എന്ത് ചെയ്യും? ഐറ്റി ഇൻവേഴ്സ്. ഇവിടെ തൊട്ട് സൈൻ മാറ്റുക. 30 എഴുതി, മൈനസ് മാറി പ്ലസ് ആയി. ഇത് +50 ആയിരുന്നു, -50. ഇതൊരു പ്ലസും മൈനസും ആഡ് ചെയ്യാൻ വന്നാൽ
സബ്ട്രാക്ട് ചെയ്യും, എന്നിട്ട് വലുതിൻ്റെ സൈൻ -20. അപ്പോൾ അവർക്ക് എത്ര മാർക്ക് പോയി? അവർക്ക് -20 മാർക്ക് പോയി. ഇനി ഒരു മൈനസ് വന്നാൽ എത്ര, ഒരു തെറ്റ് വന്നാൽ എത്ര മാർക്കാണ്? മാർക്ക് ഫോർ ഇൻകറക്റ്റ്. മാർക്ക് ഫോർ ഇൻകറക്റ്റ് എത്രയാണ്? -2 അല്ലേ? അപ്പോൾ അതിൽ നമുക്ക് നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ്, ഇൻകറക്റ്റ് ആൻസർ കാണാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് എത്ര മാർക്ക് പോയിട്ടുണ്ട്? -20. ആ -20യെ ഒരു മാർക്ക്, അതായത് ഒരു മാർക്ക് നഷ്ടം വരുന്ന എത്രയാണ്? -2. അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. -20 -2, 20യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10, 2 -1 പ്ലസ്. അപ്പോൾ അവിടെ എത്ര ക്വസ്റ്റ്യൻസ് അവിടെ തെറ്റിപ്പോയി? 10 ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി. ഇച്ചിരി പ്രയാസമുണ്ട് അല്ലേ കണ്ടുപിടിക്കാൻ? ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയട്ടെ. അതായത് അവൾക്ക് എത്ര മാർക്ക് കിട്ടി? 30 അവൾക്ക് കിട്ടിയുള്ളൂ. പക്ഷെ അവൾ 10 എണ്ണം ശരിയാക്കിയതാണ്, 10 എണ്ണം. അപ്പോൾ അവൾക്ക് ഒറിജിനൽ മാർക്ക് എത്ര കിട്ടിയെന്ന് നമുക്ക് അറിയണ്ടേ? അതിനാണ് നമ്മൾ 10 × 5, അതായത് ഒരെണ്ണത്തിന് 5 മാർക്ക് വെച്ച് 50 മാർക്ക്. അവൾക്ക് ഒറിജിനലി 50 മാർക്ക് കിട്ടി. പക്ഷേ അവിടെ പേപ്പറിൽ വന്നപ്പോൾ അവൾക്ക് എന്നാ ഉള്ളൂ? 30 മാർക്കേ ഉള്ളൂ. കാരണം കുറെ അവൾ തെറ്റിച്ചു. അപ്പം അതിൻ്റെ മാർക്ക് അങ്ങ് -ആയിപ്പോയി. അപ്പം അതെത്ര മാർക്ക് അവൾ തെറ്റിച്ചു, അല്ലെങ്കിൽ അവർക്ക് എത്ര മാർക്ക് പോയി എന്നറിയാൻ വേണ്ടി അവിടെ പേപ്പറിലുള്ള മാർക്കിൽ നിന്ന് അവൾക്ക് ഒറിജിനലി കിട്ടിയ മാർക്ക്, അതായത് 10 എണ്ണത്തിന് കിട്ടിയ മാർക്ക് സബ്ട്രാക്ട് ചെയ്തു. സബ്ട്രാക്ട് ചെയ്യാൻ അഡിറ്റീവ് ഇൻവേഴ്സ് വെച്ചിട്ട് നമുക്ക് -20 കിട്ടി. അപ്പോൾ അവർക്ക് എത്ര മാർക്ക് പോയി? -20. അവർക്ക് ലോസ് ആണ് നമുക്ക് കേട്ടോ. 50 മാർക്ക് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് -20 അങ്ങ് പോയി. ഓക്കെ, -20 പോയി. ഇനി അപ്പം അത് ലോസ് മാർക്കാണ്. അപ്പം എത്ര ക്വസ്റ്റ്യൻ ആണെന്ന് അറിയണ്ടേ? ഇത് മാർക്കാണ്, നഷ്ടപ്പെട്ട മാർക്ക്. അപ്പം എത്ര ക്വസ്റ്റ്യൻ അവൾ തെറ്റിച്ചു, അതാണ് ക്വസ്റ്റ്യൻ. എത്ര ഇൻകറക്റ്റ് ഉണ്ടെന്ന് ആൻസേഴ്സ്. അപ്പം അവർക്ക് നഷ്ടപ്പെട്ട മാർക്കിനെ, നഷ്ടപ്പെടുമ്പോൾ ഒരു മാർക്ക് എത്ര, ഒരു ക്വസ്റ്റ്യൻ എത്ര മാർക്ക് പോകുന്നു അവർ പറഞ്ഞേ? -2. അതാണ് മാർക്ക് ഫോർ ഇൻകറക്റ്റ് ആൻസർ -2. ആ നഷ്ടപ്പെട്ട മാർക്കിനെ ഒരെണ്ണത്തിൻ്റെ മാർക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 10 എന്ന ആൻസർ കിട്ടി. മനസ്സിലായോ മക്കളെ? അപ്പോൾ നമുക്ക് ജെയുടെയും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതങ്ങ് മനസ്സിലാവും. ഓക്കെ, ജെ അടുത്ത് നമുക്ക് ചെയ്യാൻ 2 വെള്ളം വേണമല്ലോ. ജെയ്ക്ക് നമുക്കറിയാം മാർക്സ് ഫോർ കറക്റ്റ് ആൻസർ എത്രയാണ്? നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് 5. എത്ര മാർക്ക് കിട്ടി? ജെയ്ക്ക് എത്ര മാർക്ക് കിട്ടി നോക്കി. ജെയ്ക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് -12. അവൻ കുറെ ചെയ്തെങ്കിലും ഉണ്ടല്ലോ, അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഒത്തിരി ഇൻകറക്റ്റ് എഴുതി. -12. ഹി ഗോട്ട് എത്ര കറക്റ്റ് ആൻസേഴ്സ് ഉണ്ട്? അവനെത്ര കറക്റ്റ് ആൻസർ ഉണ്ട്? അവൻ എത്ര ചെയ്തെന്ന് അറിയണ്ടേ? അവന് 4 കറക്റ്റ് ആൻസർ ഉണ്ട്. അപ്പൊ മാർക്സ് ഫോർ 4 കറക്റ്റ് ആൻസർ എത്രയാ? 4 × 5. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവന് എത്ര മാർക്കേ കിട്ടിയിട്ടുള്ളൂ? 20 മാർക്ക്. അവന് ശരിക്കും 20 മാർക്ക് കിട്ടേണ്ടതാ. പക്ഷെ പേപ്പറിൽ അവൻ എത്ര മാർക്കേ ഉള്ളൂ? -12. കാരണം അവൻ എന്തൊക്കെയോ തെറ്റിച്ചു. അപ്പം മാർക്സ് ഹി ലോസ്. അപ്പൊ അവന് നഷ്ടപ്പെട്ട മാർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എങ്ങനെ മുമ്പേ ചെയ്തത്? പേപ്പറിലുള്ള മാർക്കിൽ നിന്ന് അവന് ഒറിജിനൽ കിട്ടിയ മാർക്ക് സബ്ട്രാക്ട് ചെയ്യും. പേപ്പറിലുള്ള മാർക്ക് എത്രയാ? -12 മൈനസ് അവന് ഒറിജിനൽ കിട്ടിയ എത്രയാണ്? -20. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യത്തില്ല? അഡിറ്റീവ് ഇൻവേഴ്സ് ആണ്, മൈനസ് സബ്ട്രാക്ട് ചെയ്തില്ല. അപ്പം -12 ഇവിടെ തൊട്ട് ടൈമാണ്. ഈ മൈനസ് പ്ലസ് ആകും, ഇത് മൈനസ്. 2 മൈനസ് തമ്മിൽ ആഡ് ചെയ്യാൻ വന്നാൽ ആഡ് ചെയ്തിട്ട് മൈനസ് കണ്ടോ? അപ്പൊ അവൻ എത്ര മാർക്ക് പോയിട്ടുണ്ട്? -32 മാർക്ക് അവന് നഷ്ടമായിട്ടുണ്ട്. ഓക്കെ, -32 മാർക്ക് അവന് നഷ്ടമായി. അങ്ങനെയാണെങ്കിൽ ഒരു ഇൻകറക്റ്റിന് എത്ര മാർക്കാണ്? മൈനസ് മാർക്ക് ഫോർ 1 ഇൻകറക്റ്റ്. 1 ഇൻകറക്റ്റിന് -2. അപ്പൊ നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസർ, ഇൻകറക്റ്റ് എത്ര ഉണ്ടെന്ന് അറിഞ്ഞാൽ എന്നാ ചെയ്താൽ മതി? അവന് കിട്ടിയ മാർക്കിൽ നിന്ന് എത്രയാണ് അവൻ നഷ്ടപ്പെട്ട മാർക്ക്? എത്രയാ? -32നെ ഒരു ഇൻകറക്റ്റിന്റെ ആൻസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എത്രയാ? 32നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 16. 2 മൈനസ് വന്നാൽ ആൻസർ പ്ലസ്. അപ്പൊ അവൻ എത്ര എണ്ണം തെറ്റിച്ചു? 16 എണ്ണം തെറ്റിച്ചു. അതുകൊണ്ടാണ് അവന്
നമ്മൾ രാധിക 10 തെറ്റിച്ചുള്ളൂ, അതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് മാർക്ക് കിട്ടി. നമുക്ക് എത്ര മാർക്ക് കിട്ടിയായിരുന്നു? 30 മാർക്ക് കിട്ടി. ഇവനും ഫുൾ ക്വസ്റ്റ്യൻ ചെയ്തതാണ്, പക്ഷെ ആൻസർ കിട്ടിയത് 12 -12 പേപ്പറെ വന്നിരിക്കുന്നത്. അതാണ് കണ്ടോ, -12 ആണ്. എത്രണ്ണം ശരിയാക്കി? 4 ശരിയാക്കി. അപ്പൊ 4 എത്ര മാർക്ക് കിട്ടി? ഒറിജിനലി അവൻ എത്ര 4 ശരിയുള്ളൂ, 4 മാർക്ക് 20 കിട്ടി. അപ്പൊ ശരിക്കും അവന് 20 മാർക്ക് അവന്റെ പേപ്പറെ കാണേണ്ടതല്ലേ, പക്ഷെ അവന്റെ പേപ്പറിൽ എത്രയേ ഉള്ളൂ? -12. അപ്പൊ അത് എത്രയാണ് അവന് നഷ്ടപ്പെട്ടെന്നറിയാൻ നമുക്ക് കിട്ടിയ മാർക്ക്, പേപ്പറിലുള്ള മാർക്കിൽ നിന്ന് അവന്റെ ശരിയായ എത്രണ്ണം ശരിയായി? 4 ശരിയായി. അതിന്റെ മാർക്കും കൂടെ സബ്ട്രാക്ട് ചെയ്തു. ഇവിടെ സബ്ട്രാക്ഷന് അഡിറ്റീവ് ഇൻവേഴ്സ് ചെയ്തപ്പോൾ -32. ശരിക്കും പറഞ്ഞാൽ അവന് എത്ര മാർക്ക് നഷ്ടപ്പെട്ടു? -32. -32 മാർക്ക് അവന് നഷ്ടപ്പെട്ടു. അപ്പം അത് എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? ഈ -32 എന്ന് പറഞ്ഞാൽ എത്ര ക്വസ്റ്റ്യൻ ആണെന്ന് അറിയാൻ വേണ്ടി ആ -32നെ ഒരു ഇൻകറക്റ്റ് ആൻസറിന്റെ എത്രയാണ് -2 വെച്ച് ഡിവൈഡ് ചെയ്തപ്പം 16 വന്നു. മക്കളെ ഇച്ചിരി പാടാണ്, ഇന്നത്തെ വേർഡ് പ്രോബ്ലം ഉണ്ട്, ഇച്ചിരി പ്രയാസമുണ്ട്. നിങ്ങൾ ഈ വീഡിയോ എനിക്ക് 2 പ്രാവശ്യം കണ്ടാൽ മതിയാവോ? ഇല്ല, ഒരു 4 പ്രാവശ്യം കാണാം. എന്നിട്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ മക്കളെ. തെറ്റും, എനിക്കറിയാം തെറ്റും, കുഴപ്പമില്ല. ഇനി കുറച്ച് 3-4-5 പ്രോബ്ലംസ് കൂടെ ഉണ്ടല്ലോ ഇതുപോലത്തെ പോസിറ്റീവ് നെഗറ്റീവ് വെച്ച് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന വേർഡ് പ്രോബ്ലംസ് വരുന്നുണ്ട്. അത് ചെയ്യുമ്പോൾ നിങ്ങൾ പെർഫെക്റ്റ് ആണ് കേട്ടോ, ടെൻഷൻ ഒന്നും എടുക്കണ്ട. ഇത് മനസ്സിലായില്ലേ? ഓക്കെ, എത്രണ്ണം ശരിയായി നോക്കുക, അവർ പറഞ്ഞ അനുസരിച്ച് അവർക്ക് എത്രണ്ണം ശരിയായി നോക്കുക. അവർക്ക് കിട്ടിയ മാർക്കിൽ നിന്ന് അതായത് പേപ്പറിൽ കിട്ടിയ മാർക്കിൽ നിന്ന് ശരിയായത് കുറയ്ക്കുക, ശരിയായ മാർക്ക് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അവർക്ക് നഷ്ടപ്പെട്ട മാർക്ക് കിട്ടും. അതിനെ ഈ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഈ ട്രിക്ക് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ മക്കളെ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇച്ചിരി പ്രയാസമുണ്ട്, എനിക്ക് ടെൻഷനുണ്ട്. നിങ്ങൾക്ക് ഇത് പാടാണല്ലോ കേൾക്കുമ്പോൾ തന്നെ. നമ്മൾ തന്നെ ഇച്ചിരി ആലോചിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ പ്രശ്നമില്ല മക്കളെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നമുക്ക് ഈസി ആക്കാം ഇത്. ഓക്കെ, താങ്ക് യു.